الحمد لله رب العالمين أصلي وأسلم على المبعوث رحمة للعالمين محمد بن عبد الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സൂറത്ത് ഖാഫ് 27, 28, 29 ആയത്തുകൾ. أعوذ بالله من الشيطان الرجيم. قال قرينه ربنا ما أطغيته ولكن كان ولكن كان في ضلال بعيد. അവിടെ നൂന്ന മീമാക്കി മാറ്റി ഉന്നത്തോടു കൂടും. ضلال بعيد. قال لا تختصموا لدي وقد قدمت إليكم അവിടെ ഒരു ഉന്നത്ത് വേണം. ബിൽ വഈദ് മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ വമാ അന ബിളല്ലാമിൽ ലിൽ ലാമെ ഇരട്ടിപ്പിക്കണം, ഉന്നത്ത് വേണ്ട. قال قرينه ربنا ما أطغيته ولكن كان في ضلال بعيد. قال لا تختصموا لدي وقد قدمت إليكم بالوعيد. قال لا تختصموا لدي وقد قدمت إليكم بالوعيد. ما يبدل القول لدي وما أنا بظلام للعبيد. ما يبدل القول لدي وما أنا بظلام للعبيد. قال قرينه അവൻ്റെ വേർപിരിയാത്ത കൂട്ടുകാരൻ കൂട്ടാളി പറയും, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ റബ്ബേ, മാ അത്ഗൈതുഹു ഞാൻ അവനെ നേർമാർഗത്തിൽ നിന്ന് തെറ്റിച്ചിട്ടില്ല, വലാകിൻ എന്നാൽ കാന ഫീ ളലാലിൻ ബഈദ് അവൻ വളരെ വിദൂരമായ വഴികേടിലായിരുന്നു. ഖാല അപ്പോൾ അള്ളാഹു പറയും, ലാ തഖ്തസിമു നിങ്ങൾ തർക്കം കൂടണ്ട, കുഴപ്പമുണ്ടാക്കണ്ട. ലദയ്യ എൻ്റെ അടുക്കൽ, വഖദ് ഖദ്ദംതു ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, ഇലൈക്കും നിങ്ങളിലേക്ക്, ബിൽ വഈദ് താക്കീദിന് മുമ്പ് തന്നെ താക്കീത് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മാ യുബദ്ദലു മാറ്റപ്പെടുന്നതല്ല, അൽ ഖൗലു വാക്ക്, ലദയ്യ എൻ്റെ അടുക്കൽ, വമാ അന ഞാനല്ല, ബിളല്ലാമിൻ അക്രമം പ്രവർത്തിക്കുന്നവൻ, അനീതി പ്രവർത്തിക്കുന്നവൻ അല്ല, ലിൽ അബീദ് അടിയാറുകളോട്, അടിമകളോട്. ഖാല ഖരീനുഹു റബ്ബനാ മാ അത്ഗൈതുഹു അപ്പോൾ അവൻ്റെ കൂട്ടാളി പറയും, ഞങ്ങളുടെ റബ്ബേ
ഞാൻ അവനെ വഴി തെറ്റിച്ചിട്ടില്ല, നേർമാർഗത്തിൽ നിന്ന് ഞാനല്ല തെറ്റിച്ചത്. വലാക്കിൻ കാന ഫീ ളലാലിൻ ബഈദ്, എന്നാൽ അവൻ വളരെ വിദൂരമായ വഴികേടിലായിരുന്നു. ഖാല ലാ തഖ്തസിമൂ ലദയ്യ, അപ്പോൾ അല്ലാഹു പറയും, നിങ്ങൾ എൻ്റെ അടുക്കൽ ഇങ്ങനെ തർക്കമുണ്ടാക്കണ്ട, എൻ്റെ മുമ്പിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നർത്ഥം. വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്, ഞാൻ മുമ്പ് തന്നെ താക്കീത് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, എൻ്റെ അടുക്കൽ വാക്ക് മാറ്റപ്പെടുന്നതല്ല. വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, അടിമകളോട് ഒട്ടും അനീതി പ്രവർത്തിക്കുന്നവനുമല്ല ഞാൻ. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ വിചാരണ കോടതിയിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് ഈ പറയുന്നത്. കർമ്മങ്ങളുടെ രേഖ ഹാജരാക്കുകയും അങ്ങനെ നരകാവകാശികളെ നരകത്തിലേക്ക് എറിയപ്പെടുകയും മറ്റുമൊക്കെ ചെയ്യുന്ന രംഗമാണ് ഇതിൻ്റെ മുമ്പ് പറഞ്ഞത്. അപ്പം നടക്കുന്ന ഒരു തർക്കം ആണ് ഇവിടെ പറയുന്നത്. പാല കരീനുഹു, ഇവിടെ കരീൻ എന്ന് പറയുന്നത് പിശാചായ ആ കൂട്ടാളിയാണ്. ഓരോ മനുഷ്യനും അവൻ്റെ കൂടെ ഉണ്ടാകുന്ന പിശാച്ച്, ഒരു മലക്കും ഒരു പിശാച്ചും ഓരോ മനുഷ്യൻ്റെ കൂടെ ഉണ്ടാവുന്നതാണല്ലോ. നല്ലത് തോന്നിപ്പിക്കാൻ മലക്കും അതുപോലെ ചീത്ത തോന്നിപ്പിക്കാൻ പിശാചും ഉണ്ടാകും. ആ പിശാച്ച് ഒരു തെറ്റായ കാര്യം ചെയ്യാൻ ആഗ്രഹം തോന്നുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അതിലേക്ക് പ്രേരണ നൽകുന്ന പിശാച്ച്, അത് അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതാണ് കരീൻ എന്ന് പറയുന്നത്. ആ കരീൻ പറയും, ആ പിശാച്ച് വിചാരണ വേളയിൽ പറയാണ്, റബ്ബനാ മാ അത്ഗൈതുഹു, റബ്ബേ അല്ലാഹുവേ ഞാനല്ല അവനെ പ്രേരിപ്പിച്ചത്. മാ അത്ഗൈതുഹു, അവനെ വഴികേടിലാക്കിയത് വഴിപിഴവിലാക്കിയത് ഞാനല്ല. വലാക്കിൻ കാന ഫീ ളലാലിൻ ബഈദ്, അവൻ വളരെ വിദൂരമായ വഴികേടിൽ, അവൻ സ്വയം വഴികേടിൽ തന്നെയായിരുന്നു. ഞാനല്ല അവനെ വഴികേടിലാക്കിയത്, അവൻ സ്വയം വഴികേടിലായിരുന്നു. എൻ്റെ മേലില് അവൻ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണ്. മനുഷ്യൻ പറയുന്നത് ഇവനാണ് എന്നെ പഴപ്പിച്ചത്, പിശാചിനെ സംബന്ധിച്ച് പിശാച്ചാണ് എന്നെ പഴപ്പിച്ചത്, അവൻ്റെ വ്യാമോഹങ്ങളിൽ കുടുങ്ങി ഞാൻ തെറ്റുകൾ ചെയ്തു പോയി, വഴികേടിലായിപ്പോയി എന്ന് പറയുമ്പോൾ പിശാച് ഞാനല്ല പഴപ്പിച്ചത്, ഞാനും. അപ്പം തമ്മിലുള്ള ഒരു തർക്കമാണ്, പരസ്പരം കുറ്റപ്പെടുത്താൻ. ഒരാൾ മറ്റയാളെ കുറ്റപ്പെടുത്തുന്ന ഒരു രംഗം. ആ കുറ്റപ്പെടുത്തൽ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതികരണമാണ് പിന്നെ പറയുന്നത്, ലാ തഖ്തസിമൂ ലദയ്യ, നിങ്ങൾ ഇവിടുന്ന് ഈ ജാതി തർക്കമൊന്നും ഉണ്ടാക്കണ്ട. ഇപ്പോൾ എൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കേണ്ടതില്ല, സംസാരിക്കേണ്ട കാര്യമില്ല. സംസാരിച്ചതുകൊണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്, കാര്യങ്ങളൊക്കെ മുമ്പ് തന്നെ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ടല്ലോ, താക്കീത് നിങ്ങൾക്ക് മുമ്പ് അറിയിച്ചു തന്നിട്ടുണ്ട്. അല്ലാതെ ഇപ്പം അതിനെപ്പറ്റി തർക്കിച്ചിട്ടൊരു കാര്യമല്ല. താക്കീത് അറിയിച്ചു തന്നിട്ടുണ്ട് എന്നതിന് ഇമാം ഇബ്നു കസീർ പറയുന്ന അർത്ഥം, നിങ്ങൾക്ക് പ്രവാചകന്മാർ മുഖേന നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അല്ല അൽസിനത്തുർ റുസുൽ, പ്രവാചകന്മാരുടെ നാവ് മുഖേന അവർ പറഞ്ഞു തന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അതുപോലെ ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, വേദങ്ങൾ ഇറക്കിയിട്ടുണ്ട്. വഖാമത്ത് അലൈക്കുമുൽ ഹുജ്ജജു വൽ ബയ്യിനാത്തു വൽ ബറാഹീൻ, എല്ലാ തെളിവുകളും രേഖകളും
മറ്റുമൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തരേണ്ട എല്ലാ സംഗതികളും ഞാൻ മുമ്പ് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ വഴിപിഴച്ച് പോയതാണ്. അപ്പോൾ വെറുതെ ഇപ്പം തർക്കിച്ചിട്ട് വെറുതെ സമയം കളയണ്ട. യാതൊരു കാര്യവും അതുകൊണ്ടില്ല. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടത്തിയത് കൊണ്ട് ഒരു ഫലവുമില്ല. അതുകൊണ്ട് തർക്കിക്കേണ്ടതില്ല എന്ന് അല്ലാഹു പറയാണ്. ലാ തഖ്തസിമൂ ലദയ്യ, നിങ്ങൾ എൻ്റെ അടുക്കൽ വെച്ച് തർക്കം നടത്തണ്ട. എന്നിട്ട് ഒന്നുകൂടി പറയുന്നു, മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, എൻ്റെ അടുക്കൽ വാക്ക് മാറ്റപ്പെടുത്തുന്നതല്ല. അതുപോലെ ഒമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, ഞാൻ ഒരിക്കലും അനീതി ചെയ്യുന്നവനുമല്ല. ഒരിക്കലും നീതിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും അങ്ങനെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയില്ല. ഓരോരുത്തർക്കും അവനവൻ ചെയ്തത് അതിന് കൃത്യമായ പ്രതിഫലമാണ് എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ, നീതി പൂർണ്ണമായി നടത്തിക്കൊണ്ട് മാത്രമാണ് ശിക്ഷയായാലും രക്ഷയായാലും വിധിക്കുക എന്ന് വളരെ വ്യക്തമാക്കി കൊടുക്കുകയാണ്. അപ്പം അതിനെ സംബന്ധിച്ച് നിങ്ങൾ തർക്കിക്കേണ്ടതില്ല. അപ്പം ഈ തർക്കം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. പിശാചും അതുപോലെ ആ പിശാചിന്റെ ദുർബോധനങ്ങളിൽപ്പെട്ട് തെറ്റായ വഴിയിലേക്ക് നീങ്ങിയവരും തമ്മിൽ തർക്കങ്ങൾ നടത്തുന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ, ഒന്നിലധികം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. സൂറത്ത് അൻആമിൽ പറയുന്നുണ്ട്, സൂറത്ത് അറാഫിൽ പറയുന്നുണ്ട്, ഇവരാണ് ഞങ്ങളെ പഴപ്പിച്ചത്, അതുകൊണ്ട് ഇരട്ടി ശിക്ഷ കൊടുക്കണേ. ലഅഫൻ മിനൽ അദാബ്, ശിക്ഷയുടെ ഇരട്ടി അവർക്ക് കൊടുക്കണേ എന്ന് പിശാചിനെ ഇങ്ങോട്ടും, അപ്പോൾ ഇവരിങ്ങോട്ടും അല്ല, ഒരു സ്വന്തം നിലക്ക് വഴി പിഴച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടതും. അപ്പോൾ അള്ളാഹുവിന്റെ വിധി ലിക്കുല്ലിൻ, രണ്ടു കൂട്ടർക്കും ഇരട്ടി ഉണ്ടാവട്ടെ, ഇരട്ടി ശിക്ഷയാണ്. രണ്ടു കൂട്ടർക്കും ഇരട്ടി ശിക്ഷ ഉണ്ടാകാൻ കാരണം, ഒരുത്തർ അവന്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ വിലയിരുത്തി നല്ല വഴിക്ക് നടന്നില്ല എന്നുള്ളത്, മറ്റൊരു കഴിപ്പിച്ചു എന്നതുകൊണ്ട് രണ്ടു കൂട്ടർക്കും ശിക്ഷ എന്നാണ് അവിടെ പറയുന്നത്. ഇത് വളരെ വ്യക്തമാക്കി, കുറെ കൂടി വ്യക്തമാക്കി പറയുന്ന മറ്റൊരായത്താണ് സൂറത്ത് ഇബ്രാഹിമിൽ 22-ാമത്തെ ആയത്ത്. അല്പം സുദീർഘമായ ഒരു ആയത്ത്. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്. ഇബ്രാഹിം 22-ാമത്തെ ആയത്ത്. വഖാല ശൈത്താനു ലമ്മാ ഖുലിയൽ അംറു ഇന്നല്ലാഹ വഅദക്കും വഅദൽ ഹഖ്. ഈ കാര്യങ്ങളൊക്കെ വിധി പ്രസ്താവിക്കപ്പെട്ട, വിധി നടത്താൻ പോവാണ്. ആ സമയത്ത് ശൈത്താൻ പറയാണ്, ഇന്നല്ലാഹ വഅദക്കും വഅദൽ ഹഖ്, അള്ളാഹു നിങ്ങളോട് സത്യമായ വാഗ്ദാനമാണ് നൽകിയത്. വഅദ്തുക്കും ഫഅഖ്ലഫ്തുക്കും, ഞാൻ നിങ്ങളോട് വാഗ്ദാനം നൽകി, പക്ഷെ ഞാൻ അത് ലംഘിച്ചു. ശൈത്താൻ പറയാണ്, പിശാച് പറയാണ്, ഞാൻ നിങ്ങളോട് വാഗ്ദാനം നൽകി, അത് ഞാൻ ലംഘിച്ചു, അത് ഞാൻ പാലിച്ചിട്ടില്ല. ഒമാ കാന ലിയ അലൈക്കും മിൻ സുൽത്താനിൻ, എനിക്ക് നിങ്ങളെ മേലെ ഒരു അധികാരം ഉണ്ടായിരുന്നില്ല. ശൈത്താൻ പറയാണ്, വഴിപിഴപ്പിച്ച മനുഷ്യനെ എല്ലാവിധ ദുർബോധനങ്ങളും നൽകി, ഇടതു ഭാഗത്തു കൂടിയും വലതു ഭാഗത്തു കൂടിയും മുന്നിലൂടെയും പിന്നിലൂടെയും ഒക്കെ ഉണ്ടെന്ന് സൂറത്ത് അറാഫിൽ പറഞ്ഞില്ലേ. അങ്ങനെ പിഴപ്പിച്ച ആ ശൈത്താൻ പറയണത്, ഒമാ കാന ലിയ അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളെ മേൽ ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല. ഇല്ല അൻ ദഅൗതുക്കും ഫസ്തജബ്തും ലി, ഞാൻ നിങ്ങളെ വിളിച്ചു, അപ്പൊ നിങ്ങളിന്റെ പിന്നാലെ പോന്നു. ഞാൻ വിളിച്ചപ്പോ എന്തിനെ പിന്നാലെ പോന്നത്? അതാ മുമ്പിൽ പറയട്ടെ. ഞാനൊന്നും ക്ഷണിച്ചു, ഇല്ല അൻ ദഅൗതുക്കും, ഞാൻ നിങ്ങളെ വിളിച്ചു, ഫസ്തജബ്തും ലി, അപ്പൊ നിങ്ങൾ എനിക്ക് മറുപടി തന്നു, എന്റെ കൂടെ വന്നു. ഫലാ തലൂമൂനി, അതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തണ്ട. ശൈത്താൻ പറയാണ്, നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല, എന്നെ കുറ്റപ്പെടുത്തേണ്ടതില്ല. ലൂമു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചു കൊള്ളുക. നിങ്ങൾ എന്തിന്റെ പിന്നാലെ പോകുന്നത്? നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് അന്തം ഉണ്ടായിരുന്നില്ലേ? ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിച്ച് നല്ല വഴിക്ക് പോയിക്കൂടായിരുന്നോ? അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുക. മാ അന ബിമുസ്രിഖിക്കും മാ അൻതും ബിമുസ്രിഖിയ ഇന്നി കഫർതു ബിമാ അശ്റക്തും. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാൻ
നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ ചെയ്തില്ല. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ത്, ഈ ലോകത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് പിൻപറ്റേണ്ടത് എന്നിവിടെ വളരെ വ്യക്തമായി കാര്യങ്ങളൊക്കെ വ്യക്തമായി കിടക്കുന്നുണ്ട്. തെളിവുകളുണ്ട്, രേഖകളുണ്ട്, ഖുർആനുണ്ട്, ഹദീസുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും നിങ്ങൾ പിശാചിന്റെ പിന്നാലെ പോയത് കൊണ്ട് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുക എന്നല്ലാതെ എന്നെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ഞാൻ നിങ്ങളെ വിളിക്കാൻ പോവില്ല, നിങ്ങൾ ഇനിയും വിളിക്കണ്ട എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ട് ഖുർആൻ പറയുന്നു. സൂറത്ത് ഇബ്രാഹിം 22-ാമത്തെ ആയത്ത്, എല്ലാം പഠിക്കേണ്ട ആയത്താണ്. സൗകര്യമുള്ളൊരു ആയത്തൊന്ന് പഠിച്ചോളേണ്ടി. ഇബ്രാഹിം 22-ാമത്തെ ആയത്ത്. അപ്പോ ഇമാം ഇബ്നു കസീർ ഈ ആയത്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇമാം ഇബ്നു കസീർ, മനസ്സിലായില്ലേ? അപ്പോ അത്ര വ്യക്തമാണ് സംഗതി. ഏതൊരു സംഗതി ഉണ്ടാകുകയാണെങ്കിലും ഇത് ശരിയാണോ അല്ലേ എന്ന് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അത് വിലയിരുത്തുകയും ചെയ്യേണ്ടത് മനുഷ്യന്റെ ബാധ്യതയാണ് ഏതൊരു സംഗതി ഉണ്ടാവുമ്പോഴും. അല്ലെങ്കിൽ ഈ ശൈത്താൻ കുറ്റപ്പെടുത്തുന്ന ഈ അവസ്ഥക്ക് വിധേയമായ ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ശരിയാണോ അല്ലേ എന്ന് നമ്മളെ ബുദ്ധിക്കനുസരിച്ച്, നമ്മളെ അറിവിനനുസരിച്ചും, ഓരോരുത്തർക്കും വ്യത്യസ്തമായ അറിവുകളും വ്യത്യസ്തമായ കഴിവുകളും ബുദ്ധിയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അവനവന് കിട്ടിയ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ, അറിവില്ലെങ്കിൽ അറിവില്ലാത്തവരോട് ചോദിക്കുക, അല്ലെങ്കിൽ സ്വയം നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുക, പഠിക്കുക, ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മളും ശ്രദ്ധിക്കണം എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പോൾ ശൈത്താൻ പറയുന്നതാണ്, നിങ്ങൾ ഇന്നപ്പോൾ വിളിക്കണ്ട, ഞാൻ നിങ്ങളെയും വിളിക്കലില്ല, നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊള്ളു. ലൂമു അംഫുസക്കും, നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊള്ളുക, ആക്ഷേപിച്ചുകൊള്ളുക, അല്ലാതെ ഇതിന് വേറെ പരിഹാരമൊന്നുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ഇവിടെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ട്. അതാണ് ഇവിടെ സൂറത്ത് ഖാഫിൽ പറഞ്ഞത്, റബ്ബനാ മാ അത്ഗൈതുഹു, ഞാൻ അവനെ വഴിപിഴപ്പിച്ചിട്ടില്ല, വലാകിൻ കാന ഫീ ദലാലിൻ ബഈദ്, അവൻ സ്വയം അതിൽ പെട്ട് നടക്കുകയായിരുന്നു, അല്ലാണ്ട് എന്നെ കുറ്റപ്പെടുത്തിയോണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ 3 ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഖുർആൻ ഈ 3 ആയത്തുകളിലൂടെ നമ്മളുടെ ശ്രദ്ധയിൽ, നമ്മളെ ജാഗ്രതയിൽ ഉണ്ടായിരിക്കണം എന്നുള്ള നിലക്കാണ് ഖുർആൻ ഇത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. എല്ലാ വിശ്വാസികൾക്കും, എല്ലാ മനുഷ്യനും അവനവൻ്റെ ബുദ്ധിയും കഴിവും ഉപയോഗപ്പെടുത്തിയോ ഇല്ലയോ എന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന രംഗമാണ് നമ്മളിവിടെ കേട്ടത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ ഹിദായത്തിൽ പെട്ടുന്ന ശരിയായ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അവൻ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.